ലോകം മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധം കനക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം 5 ദിവസങ്ങൾ പിന്നിടുകയാണ്. പേടിപ്പിക്കുന്ന വാർത്തകളാണ് എങ്ങും വരുന്നത്. കാണുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ. എന്താണിപ്പോൾ ഇസ്രയേലിൽ നടക്കുന്നത്? ഇറാൻ്റെ പ്രത്യാക്രമണം ഇസ്രയേലിനെ പേടിപ്പിച്ചോ? എന്താണ് സംഭവിക്കുന്നത്? എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഇസ്രയേലിൽ നിന്ന് ഷൈനി ബാബു ആണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. വലിയൊരു യുദ്ധത്തിൻ്റെ നടുവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ? കഴിഞ്ഞ 5 ദിവസമായി പശ്ചിമേഷ്യ എന്ന് മാത്രമല്ല ലോകം മുഴുവൻ വളരെ ഭീതിയിലാണ്. ഇസ്രയേൽ ഇറാൻ യുദ്ധം അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാതെ തന്നെയാണ് വരുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ത്യയിലും എല്ലായിടത്തും ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇസ്രയേലിലെ പല ദൃശ്യങ്ങളും ഒരുപക്ഷെ ഗാസയെ പോലെ തന്നെ നമ്മളെ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രയേലിൽ നിന്ന് പുറത്തു വരുന്ന രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം എന്തെന്നറിയാൻ എല്ലാവർക്കും തന്നെ ആഗ്രഹമുണ്ട്. എന്താണ് നിലവിൽ ഇപ്പോൾ 5 ദിവസമായിരിക്കുകയാണ് ഏകദേശം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു സംഘർഷം ആരംഭിച്ചിട്ട്. ഈ 5-ാം ദിവസം നിൽക്കുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസാന അപ്ഡേറ്റ് ഇസ്രയേലിൽ നിന്ന്? നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് എടുത്ത ഗുഡ്നസ് ടിവിക്ക് ഒത്തിരി നന്ദി. ആദ്യം തന്നെ ഒരു ചെറിയൊരു തിരുത്തൽ ഞാനൊന്ന് പറയുവാണ്. തിരുത്തലെന്ന് പറയുന്നതിൽ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. ഇറാന്റെ പ്രത്യാക്രമണം എന്നൊരു പ്രയോഗം അവിടെ കേട്ടു. പക്ഷെ ശരിക്കും പ്രത്യാക്രമണം നടത്തുന്നത് ശരിക്കും ഇസ്രായേൽ അല്ലേ? ഇസ്രായേൽ, അതായത് 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസിന്റെ തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി അന്ന് തുടങ്ങിയ ആക്രമണം ഇന്ന് 17-ാം തീയതി ജൂലൈ മാസം 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ 2-2.5 വർഷമായിട്ട് ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ തന്നെയാണ്. അപ്പൊ ഇസ്രായേല് ഇപ്പോൾ തിരിച്ചു കൊടുത്തത്, ഇസ്രായേലാണ് പ്രത്യാക്രമണം നടത്തിയത്, അല്ലാതെ ഒരിക്കലും ഇറാന്റെ പ്രത്യാക്രമണം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അത് തന്നെ ആദ്യം ഒന്ന് തിരുത്തി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇറാനുമായിട്ടുള്ള ഈ ഒരു യുദ്ധവും ഈ ഒരു പ്രതിസന്ധിയും ഒക്കെ നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സഡൻലി സംഭവിച്ച ഒരു കാര്യമൊന്നും അല്ല. ഇത് മാസങ്ങളായിട്ട് നമ്മൾ ന്യൂസുകളിൽ കൂടി ആണെങ്കിലും ഇവിടുത്തെ അപ്ഡേറ്റ്സുകളിൽ കൂടി ആണെങ്കിലും നമ്മൾ നേരിട്ട് കാണുന്ന നേർക്കാഴ്ചകളിൽ കൂടിയൊക്കെ ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ആക്രമണം, ഇങ്ങനെ ഒരു പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ളത്. അന്ന് ഒക്ടോബർ 7-ാം തീയതി 2023 ഒക്ടോബർ 7-ാം തീയതി ഇവിടേക്ക് നുഴഞ്ഞു കയറി വന്ന് ഹമാസിന്റെ തീവ്രവാദികൾ ഇവിടെ നിന്ന് ബന്ദികളാക്കി കൊണ്ടുപോയിരുന്ന 300-ൽ പരം ആൾക്കാരിൽ നിന്ന് കുറേയേറെ പേരെ തുടക്ക ഘട്ടത്തിൽ നമുക്ക് തിരിച്ചു കിട്ടി. അതിനുശേഷം കുറേ പേരുടെ മൃതദേഹങ്ങളായിട്ട് തിരിച്ചു കിട്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു 2-2.5 വർഷത്തിന്റെ ഇടയ്ക്ക് ബാക്കി നിന്നിരുന്ന 59 എന്നൊരു നമ്പറിൽ എത്തി നിന്നപ്പോൾ അമേരിക്ക ഇടപെട്ട് ഒരു ചർച്ച വന്നു, അതിനൊരു ഡീല് വന്നു. അപ്പോൾ ഇറാനാണല്ലോ ഇതിന്റെ എല്ലാത്തിന്റെയും ചരട് വലിച്ചുകൊണ്ടിരുന്നത്. ഇറാനാണെന്നുള്ളത് ഈ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹമാസിനെ ആണെങ്കിലും ഹിസ്ബുള്ളിനെ ആണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇറാൻ തന്നെയാണെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ അമേരിക്ക ഇറാനുമായിട്ടൊരു ചർച്ചയ്ക്ക് വെച്ചു. ചർച്ച വന്നു, അങ്ങനെ ഒരു ഡീല് വന്നു. അവർക്ക് 61 ദിവസം സമയം കൊടുത്തു ബന്ദികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുക, ഈ ഒരു യുദ്ധത്തിന് ഒരു അറുതി വരുത്തുക. അതിനൊരു ഡീല് വരുത്താൻ വേണ്ടിയിട്ട് 61 ദിവസം സമയം കൊടുത്തിട്ട് 60 ദിവസം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് 61-ാം ദിവസം, അതായത് 60 ദിവസം സമയം കൊടുത്ത് 61-ാമത്തെ ദിവസമാണ് ഇസ്രായേൽ നേരിട്ട് ചെന്ന് ഇറാനെ ആക്രമിച്ചത്. അത് ഒളിഞ്ഞും പാത്തുമൊന്നും ഇരുന്നൊന്നും അല്ല, നേരിട്ട് പോയാണ് ആക്രമിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവും എന്നുള്ളതും ഇറാനുമായിട്ട് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവും എന്നുള്ളതും നമ്മളെല്ലാവരും ഒരുപാട് നാളുകളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, ഇപ്പൊ നിലവിലത്തെ സാഹചര്യം പറഞ്ഞാൽ നമ്മളിത് നേരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന കിട്ടിയ ഒരു യുദ്ധ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മെന്റലി അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു. ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയിട്ടും നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. നിലവിലത്തെ സാഹചര്യം പറഞ്ഞാൽ യുദ്ധത്തിന്റെ അന്തരീക്ഷമാണ്, യുദ്ധമാണ്. ഞങ്ങളെല്ലാവരും തന്നെ അതുമായിട്ട് മെന്റലി പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു, അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ മാത്രമല്ല, പറയുമ്പോൾ നമ്മൾ ഇസ്രായേൽക്കാരെ കൂടെ ഓർക്കണം. ഇവിടെയുള്ള ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മലയാളികൾ മാത്രമല്ല, നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇവിടുത്തെ ഇസ്രായേലികളായിട്ടുള്ള ആൾക്കാരെയാണ്. ഈജിപ്തിൽ നിന്നുള്ള ആ ഒരു പുറപ്പാട് തൊട്ട് ഇന്ന് വരെ, ഈ സമയം വരെ
ജൂത സമൂഹം അല്ലെങ്കിൽ ജൂത മക്കൾ, ഇസ്രായേൽ മക്കൾ കഷ്ടത്തിലും ദുരിതത്തിലും തന്നെയാണ്. അവര് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പൊരുതുന്ന ഒരു ജനസമൂഹമാണ്, കർത്താവിന്റെ ജനതയാണ്. അപ്പോൾ നമ്മൾ വിശ്വാസികളായിട്ടുള്ള ആൾക്കാര് ബിബ്ലിക്കലായിട്ട് നമ്മൾ ജൂത സമൂഹത്തെ അല്ലെങ്കിൽ ജൂത ജനതയെ വീക്ഷിച്ചു കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഇന്ന് വരെയും അവര് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, പൊരുതി നിൽക്കാൻ വേണ്ടിയിട്ട്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു മനുഷ്യരാണ്. അല്ലാതെ ഒരിക്കലും അവരെ അധിനിവേശക്കാരെന്നോ അങ്ങനെയൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. അധിനിവേശക്കാരുമായിട്ട് ചെറുത്ത് നിൽക്കാൻ വേണ്ടി, പൊരുതി നിൽക്കാൻ വേണ്ടി അവരുടെ പോരാട്ടമാണ്, അവരുടെ ചെറുത്തുനിൽപ്പാണ് നമ്മൾ ഈ നേരിട്ട് കാണുന്നത്. പക്ഷെ നമ്മളുടെ നാട്ടിലാണെങ്കിലും മറ്റുള്ള സ്ഥലത്താണെങ്കിലും അതിനെ അവതരിപ്പിക്കുന്ന രീതി വേറെയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിലവിൽ ഇവിടുത്തെ സാഹചര്യം പറഞ്ഞാൽ യുദ്ധാന്തരീക്ഷമാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അലാറം വരും, നമ്മൾ സേഫ്റ്റി റൂമിൽ കയറണം, നമ്മൾ സേഫായിട്ട് ഇരിക്കണം, അതിനുള്ള നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കുന്നവരെല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നുണ്ട്, നിർദ്ദേശങ്ങളെ അവഗണിക്കുന്നവർ അപകടത്തിൽ പെടുന്നുണ്ട്. അങ്ങനെ പോകുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലും ഞങ്ങളുടെ സേഫ്റ്റി റൂമിന്റെ ഉള്ളിലിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിലവിലത്തെ സാഹചര്യം. പിന്നെ പൊതുജനത്തിന്റെ ഒരു ലൈഫിനെ കുറിച്ച് പറഞ്ഞാല് അങ്ങനെ ഒരു നോർമലായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിലൊക്കെ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് പുറത്തിറങ്ങി യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാതറിങ് പാടില്ല എന്ന് നിർദ്ദേശങ്ങളുണ്ട്. കൂടുതലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ തരുന്നത്. അനാവശ്യമായിട്ടുള്ള ഗ്യാതറിങ് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ന്യൂസിൽ കാണുന്നതാണ്, ഇവിടുത്തെ ഗവൺമെന്റിനോട് എതിരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്തിനും രണ്ട് പക്ഷമുണ്ടല്ലോ, ഭരണപക്ഷവുമുണ്ട് പ്രതിപക്ഷവുമുണ്ട്. അപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരോട് പ്രതിപക്ഷത്തിലുള്ള ആൾക്കാർ, അവരെ അനുകൂലിക്കുന്ന ആൾക്കാർ എല്ലാ ദിവസവും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശനിയാഴ്ച വൈകുന്നേരമൊക്കെ ഇവിടുത്തെ ഷബാത്തൊക്കെ കഴിയുമ്പോൾ ഒരുമിച്ച് കൂടി അവർ ഗ്യാതറിങ് നടത്തി അതിനുള്ള പ്രതിഷേധങ്ങൾ അറിയിക്കാനുള്ള പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കാറുണ്ട്, സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗ്യാതറിങ്ങുകളൊന്നും പാടില്ല എന്ന് കർശനമായ നിയന്ത്രണമുണ്ട്. അതുപോലെ തന്നെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് നമുക്ക് നിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാല് സാധാരണ ഇവിടുത്തെ ജനജീവിതം അങ്ങനെ തന്നെ എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ തന്നെ പോകുന്നു. ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ആൾക്കാർക്ക് ജോലിക്ക് പോയല്ലേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളെ പോലെയുള്ളവര് വീടിന്റെ ഉള്ളിലാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ 24/7 നമ്മുടെ എംപ്ലോയറിനെ കെയർ ചെയ്യുന്ന ജോലിയാണ് ഞങ്ങൾ കെയർ ഗീവിംഗ് സെക്ടറിലുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നത്. പക്ഷെ കെയർ ഗീവിംഗിൽ മാത്രമല്ല, നമുക്കിവിടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ തുറസായ സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവർക്കൊക്കെ അവരുടെ കമ്പനികൾ അല്ലെങ്കിൽ അവരുടെ ഏജൻസികൾ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ജോലിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയേ പറ്റുള്ളൂ, ജോലിക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങാതിരുന്നേ പറ്റുള്ളൂ. അങ്ങനെ ഒരു കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജനജീവിതം സുഗമമായി തന്നെ പോകുന്നു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഒരു ഭീതി എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഇതുവരെയും നമ്മൾ കണ്ടതുപോലെ ഹമാസിന്റെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെയോ ആക്രമണം പോലെ അല്ലായിരുന്നു ഇറാനുമായിട്ടുള്ള ആ ഒരു ആക്രമണം തുടങ്ങിയ ആ ഒരു ആദ്യത്തെ 1-2 ദിവസം ഇത്തിരി ഭീതിജനകമായിരുന്നു. ഞങ്ങളെ പോലുള്ളവരൊക്കെ തന്നെ ഒരുപാട് യുദ്ധങ്ങൾ കണ്ട് പരിചയപ്പെട്ടവരാണെങ്കിൽ പോലും, ഇതൊക്കെ ശീലിച്ചവരാണെങ്കിൽ പോലും ആദ്യത്തെ 1-2 ദിവസം നമുക്കൊക്കെ ഒരു ചെറിയ ഭീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 3-4 ദിവസത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതിന്റെ ആ ഒരു ഭീതിയും വിഷമങ്ങളും ഒക്കെ കുറഞ്ഞു തുടങ്ങി. കാരണം തുടക്കത്തിൽ വന്നിരുന്ന ആ ഒരു ആക്രമണമൊന്നും ഇപ്പം നമുക്ക് നിലവിൽ ഇവിടേക്ക് വരുന്നില്ല. ആദ്യത്തെ 1-2 നല്ല എഫക്റ്റീവായിരുന്നു. അതൊന്നും കൂടി ഒന്ന് ചോദിച്ചോട്ടെ. അതായത് നമ്മൾ ഇറാൻ്റെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ, ഞാൻ നേരത്തെ പ്രത്യാക്രമണം ഉദ്ദേശിച്ചത് നമ്മൾ ഇസ്രായേൽ ആക്രമണം നടത്തി ഇറാനിൽ തിരിച്ച് അവരുടെ ഒരു അടി എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇസ്രായേൽ എന്തായാലും. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുമെല്ലാം. ആ ആക്രമണം കുറച്ച് ഇസ്രായേൽ പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു. കാരണം അവിടെ നിന്ന് വന്ന ആ ദൃശ്യങ്ങളെല്ലാം, ഇപ്പോൾ ബിൽഡിങ്ങുകളെല്ലാം തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഇസ്രായേൽ ചിന്തിച്ചതിലും വിചാരിച്ചതിലും കണക്കുകൂട്ടിയതിലും കൂടുതലായിരുന്നോ? ഒരിക്കലും അല്ല, എനിക്ക് തോന്നുന്നില്ല. വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായവും അല്ലെങ്കിൽ നമ്മളിവിടെ കാണുന്ന നേർക്കാഴ്ചകളും നമ്മളുടെ ഇവിടുത്തെ ന്യൂസിൽ കിട്ടുന്ന വിവരങ്ങളും അല്ലെങ്കിൽ നമ്മൾക്ക് നേരത്തെ തൊട്ടേ കിട്ടിക്കൊണ്ടിരുന്ന നിർദ്ദേശങ്ങളും അനുസരിച്ച് എന്തുകൊണ്ടാണ് അത്രയ്ക്കും ഒരു കർശനമായ നിർദ്ദേശങ്ങളിലേക്കും അല്ലെങ്കിൽ അത്രയും ഒരു ഇതുവരെയും ഇല്ലാതിരുന്ന അത്രയും ഒരു കൺട്രോളിങ്ങിലേക്കും ഒക്കെ ഇസ്രായേൽ ഗവൺമെന്റ് എത്തിയത് തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അപ്പൊ ആദ്യത്തെ 1-2 ദിവസത്തെ ആ ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചതിലും അപ്പുറമായോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒരിക്കലും അല്ല എന്ന് തന്നെയാണ്. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് അവര്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് നിർദ്ദേശങ്ങൾ കിട്ടുന്ന ഒരു ആപ്പ് ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഹോം ഫ്രണ്ട് കമാൻഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ 2023 ഒക്ടോബർ 7 യുദ്ധത്തിന് ശേഷം എല്ലാവരുടെയും മൊബൈലുകളിൽ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആപ്പാണ്.
ഈ ആപ്പിന് ഏറ്റവും പുതിയതായിട്ട് അപ്ഡേറ്റ്സ് കൊണ്ടുവന്നു അവര്. ഈ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഏറ്റവും പുതിയതായിട്ട് അപ്ഡേറ്റ്സ് കൊണ്ടുവന്നു. നമ്മൾക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അതിനകത്ത് നേരത്തെ യുദ്ധം വരുമ്പോഴത്തേക്കും അലാറം മുഴങ്ങുന്നതിന് തൊട്ട് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന അതിൽ നിന്നൊക്കെ മാറി അരമണിക്കൂർ മുമ്പേ നമ്മൾക്ക് ഫ്ലാഷ് അലർട്ട് തരാനും, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു എമർജൻസി മെസ്സേജ് തരാനും, അതിനുശേഷം പിന്നീട് അലാറത്തിലേക്ക് പോകാനും ഒക്കെ. അപ്പൊ അത്രയും അവർ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയായിരുന്നു. കാരണം ഇറാനിൽ നിന്ന് ഇവിടെ വരെ ഈ അവർ വിക്ഷേപിക്കുന്ന മിസൈലുകളാണെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകളാണെങ്കിലും ഇതുപോലെ കട്ടിയേറിയ മിസൈലുകളൊക്കെ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അത്രയും സമയമെടുക്കും. ഓക്കെ, അപ്പൊ അത്രയും സമയത്തിന് ഉള്ളിൽ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് അതുപോലെയുള്ള അറിയിപ്പുകൾ കൊടുക്കണം എന്ന് മാസങ്ങൾക്ക് മുമ്പേ അവർ ചിന്തിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഈ ആദ്യത്തെ 2 ദിവസം അവർ നേരിട്ട ആക്രമണങ്ങൾ അവർ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതൊന്നുമല്ല. പിന്നെ നമ്മൾ അയൺ ഡോമിന്റെ ഒരു പരാജയം എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അയൺ ഡോം ഇറാൻ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ ട്വിറ്ററിൽ വാർത്തകളൊക്കെ വന്നിരുന്നു. അങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ട ഒരു അയൺ ഡോമിന് ഇന്ന് ഈ നിമിഷം വരെയും മിസൈലുകളെ തകർക്കാൻ പറ്റുമോ? അയൺ ഡോം മാത്രമല്ല, അതിനുശേഷം പുതിയ സംവിധാനങ്ങളും വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, പുതിയ സംവിധാനങ്ങളുണ്ട്. അയൺ ഡോമിന് ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റം കണ്ടുപിടിച്ചു. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ടെക്നിക്കലായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്ന, ഹാക്ക് ചെയ്യപ്പെട്ട ഒരു സംവിധാനത്തിന് ഈ നിമിഷം വരെയും അങ്ങനെയുള്ള മിസൈലുകളെ തടയാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള വാർത്തകളൊക്കെ വെറുതെ ആണെന്നുള്ളത് നമുക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവാവുന്നതല്ലേ ഉള്ളൂ. നേരത്തെയുള്ള ആക്രമണങ്ങളിൽ അവര് എന്താ പറയുക, ഒരു 100-150 മിസൈലുകൾ ഒരുമിച്ച് വിടുമ്പോൾ അതിനെ എല്ലാത്തിനെയും ഒരുമിച്ച് പിടിക്കാൻ പറ്റും. ഒരു 300-350 ബാലിസ്റ്റിക് മിസൈലുകൾ അല്ലെങ്കിൽ 60 ബാലിസ്റ്റിക് മിസൈലുകൾ, 100-ലേറെ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ 3-4 എണ്ണം അവിടെ ഇവിടെയും ഒക്കെ പതിച്ചു എന്ന് വരും. അപ്പൊ അതിനെ ഒരിക്കലും അത് പരാജയമെന്ന് വിശേഷിപ്പിക്കുന്നത് എത്രമാത്രം സത്യമാണെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ പറയില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പേഴ്സണൽ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ബുദ്ധിശൂന്യന്മാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അത് പരാജയമാണ് എന്നുള്ളത്. അതായത് നിങ്ങൾ ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നത് എത്രമാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഒരേ സമയത്ത് കുറേ മിസൈലുകൾ ഒരുമിച്ച് വരുമ്പോൾ എത്ര എണ്ണത്തിനെ നമ്മുടെ അയൺ ഡോം പ്രതിരോധിക്കുന്നുണ്ടെന്നുള്ളതും എത്ര എണ്ണം താഴെ വീഴുന്നുണ്ടെന്നുള്ളതും കൃത്യമായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താ പറയുക, അവിടെയും ഇവിടെയും ഒക്കെ വീഴുമ്പോൾ അതൊക്കെ ഓരോ ബിൽഡിങ്ങിലേക്കാണ് വീഴുന്നത്, അല്ലെങ്കിൽ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ഇവിടെ നേരത്തെ നിർദ്ദേശങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങുകളൊക്കെ ശൂന്യമാണ്. ബിൽഡിങ്ങുകൾ ശൂന്യമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് പരിക്ക് കുറയുന്നു, മരണസംഖ്യ കുറയുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുപോലെ പാലിക്കുന്നവര് ആരും അപകടങ്ങളിൽ പെടുന്നില്ല. പക്ഷെ നിർദ്ദേശങ്ങൾ പാലിക്കും. പിന്നെ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേലിലെ ഡിഫൻസ് സിസ്റ്റത്തിൽ ഓവർ കോൺഫിഡൻസ് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അത് ഇസ്രായേലികളായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മളെ പോലുള്ള ആൾക്കാരായിട്ടാണെങ്കിലും ഇതുവരെ നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഒക്ടോബർ 7 ആ ഒരു യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ഞാൻ പോലും പബ്ലിക്കായിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ഞങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ട്രോളുകളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ അന്ന് വരെയുള്ള ഞങ്ങളുടെ അനുഭവങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തത്. പക്ഷെ അതിനുശേഷമാണ് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, വേറൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തിലും ഇവിടുത്തെ സംരക്ഷണത്തിലും ഓവർ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ ഇപ്പോഴും ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു യുദ്ധം നടക്കുമ്പോഴും ഈ അലാറം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സേഫ്റ്റി റൂമിലേക്കോ ബങ്കറിലേക്കോ പോകാനായിട്ട് മടിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് ഇസ്രായേലികളായിട്ട് മാത്രമല്ല നമ്മുടെ ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലും പരിക്ക് പറ്റുന്നതും ഒക്കെ. അല്ലാതെ സേഫ്റ്റി റൂമിലേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സേഫ്റ്റി പ്രിക്കോഷൻ, അതായത് ഇത്രമാത്രം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അത് അവഗണിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നവർക്കാണ് ഈ അപകടങ്ങളും മരണങ്ങളും സംഭവിക്കുന്നത്. ഏകദേശം 20-ലധികം ആളുകൾ. അതല്ലെങ്കിൽ ഇതിലും കൂടുതൽ ആൾക്കാർ ഇവിടെ മരിക്കണ്ടേ? ഈ രാജ്യം തന്നെ ഇവിടെ ഇല്ലാതാവണ്ടേ? ഇത്രയും മിസൈലുകൾ നിങ്ങൾ തന്നെ കാണുന്നതല്ലേ. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുമ്പോൾ അതിന്റെ സീരിയസ്നെസ് എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം വേറെ എന്തൊക്കെയോ പേരുകൾ, എനിക്ക് എല്ലാത്തിന്റെയും പേരുകളൊന്നും ടെക്നിക്കലി പറയാൻ അറിയത്തില്ല. അപ്പൊ അത്രയും ശക്തമായ മിസൈലുകൾ വരുമ്പോഴും ഇത്രയും ഒരു കുഞ്ഞു രാജ്യം ഇപ്പോഴും ഇത്രയും ശക്തമായിട്ട് പിടിച്ചു നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റം തോറ്റുപോയിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പരാജയമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് അവഗണനയാണ്, ആളുകളുടെ അവഗണനയാണ് അങ്ങനെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും
നമ്മൾ ഹമാസായിട്ടുള്ളൊരു യുദ്ധം, പാലസ്തീനായിട്ടുള്ളൊരു യുദ്ധം ആരംഭിച്ചു വർഷങ്ങളായി. ഇപ്പോൾ പിന്നീട് അത് ഹിസ്ബുള്ളയായിട്ട് പിന്നീട് വന്നു. ഇതെല്ലാം സംഭവിച്ചപ്പോഴും ഇസ്രയേലിൻ്റെ ഒരു മേൽക്കോയ്മ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇറാനായിട്ടുള്ളൊരു യുദ്ധം വരുമ്പോൾ പല കോണുകളിൽ നിന്ന്, ഓക്കെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് വരെ ഇസ്രയേലിനെതിരെയുള്ള ഒരു എന്താ പറയുക, ഒരു യുദ്ധം പോലെ, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളുടെയൊക്കെ അല്ല ജനങ്ങൾ ചിലത് വിടുന്നു. പ്രത്യേകിച്ച് വരുന്നത് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇസ്രായേലിനെ ഒരു തെമ്മാടി രാഷ്ട്രമെന്നാണ്, ഒരു ഭീകര രാഷ്ട്രം എന്നൊക്കെ ഇസ്രായേലിനെ വിളിക്കേണ്ടി വന്നു CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്കൊക്കെ. ഇതിനെ നിങ്ങൾ എങ്ങനെയാണ്, ഒരു മലയാളി എന്ന നിലയ്ക്ക്, ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് ഇസ്രായേലിൽ താമസിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു നിലപാടിനെ നിങ്ങൾ കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഇവിടുത്തെ യുദ്ധത്തെക്കാട്ടിലും കൂടുതലും ഞങ്ങളുടെ എല്ലാവരുടെയും മനോവിഷമം ഈ ഒരു വിഷയമാണ്. യുദ്ധം ഒരു സൈഡിൽ അങ്ങനെ പോകുന്നു, ഞങ്ങൾ അതുമായിട്ട് ഓക്കെയാണ്. ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്, യുദ്ധം ശരിക്കും ഇസ്രായേലും ഇറാനുമായിട്ടാണോ, അല്ലെങ്കിൽ ഇസ്രായേലും തീവ്രവാദികളുമായിട്ടാണോ, അതോ ഇനിയിപ്പം കേരളത്തിലെ മാധ്യമങ്ങളും ഇസ്രായേലിലെ രാഷ്ട്രീയവും തമ്മിലാണോ ശരിക്കും യുദ്ധം നടക്കുന്നത്? ശരിക്കും യുദ്ധം നടക്കുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലെ ചർച്ചകളിലും അവിടെയൊക്കെയാണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്ന ഒരു കാര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസ്താവന തന്നെ, പണ്ടേ ഇസ്രായേൽ തെമ്മാടികളാണ് എന്നുള്ളത്. ഈ തെമ്മാടികൾ എന്നുള്ള ആ ഒരു പദപ്രയോഗം തന്നെ അത് പ്രയോഗിക്കുന്ന ആളിന്റെ വ്യക്തിത്വവും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുടെ അവരുടെയൊക്കെ വ്യക്തിത്വം മാത്രമേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഈ പണ്ടേ തെമ്മാടികൾ എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മുടെ ഈജിപ്തിൽ നിന്നുള്ള പാലായനം തൊട്ട് ഈ നിമിഷം വരെ അവര് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പൊരുതുന്ന ഒരു ജനതയാണ്, കർത്താവിന്റെ ജനതയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ചില തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. തെമ്മാടിത്തരങ്ങളില്ലാതെ ഇന്ന് ജീവിതം ഉണ്ടോ, ലോകമുണ്ടോ? അപ്പൊ അവർക്ക് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവര് ചെയ്യുന്ന കാര്യങ്ങളെ തെമ്മാടിത്തരം എന്ന് വിശേഷിപ്പിക്കുന്നത്, അത് വിശേഷിപ്പിക്കുന്നവരുടെ വ്യക്തിത്വമാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇത് കാണുന്ന ആൾക്കാർ, അത് സ്വീകരിക്കുന്ന ആൾക്കാർ, അത് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ, അത് പിന്തുണയ്ക്കുന്ന ആൾക്കാർ, അവര് വേണം ചിന്തിക്കാൻ എവിടെയാണ് സത്യം, എവിടെയാണ് തിന്മ, എവിടെയാണ് നന്മ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? പിന്നെ മാധ്യമങ്ങൾ കൂടുതലും ഞങ്ങൾക്ക് തോന്നുന്നത് വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അതിനെ പോയിന്റ് ചെയ്താണ് കൂടുതലും വാർത്തകൾ കൊടുക്കുന്നതും ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും. അത് കൃത്യമാണ്, പരോക്ഷമായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നാട്ടിലെ മാധ്യമങ്ങൾ എവിടേക്കാണ് അതിന്റെ പോക്കെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇസ്രായേലില് 10,000-കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം കോടിക്കണക്കിന് ശമ്പളം, ഞങ്ങളുടെ ശമ്പളമായിട്ട് നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അതിൽ നിന്നൊക്കെ കിട്ടുന്ന നികുതി അതിൽ നിന്ന് തന്നെ എന്താ പറയുക അനുഭവിച്ചുകൊണ്ട് നമ്മളെപ്പോലെ ഉള്ളവരെ ഇതുപോലെ കരിവാരി തേക്കുക, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ആ ഒരു രാജ്യത്തെ കരിവാരി തേക്കുക, അനാവശ്യമായ പദപ്രയോഗങ്ങൾ പറഞ്ഞിട്ട് ആക്ഷേപിക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ നടക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നത്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ചാനലുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ, അവർ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് പറയാൻ നോർത്ത് ഇന്ത്യയിലെ ചാനലുകൾക്ക് ഒരു മടിയുമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ചാനലുകൾ ഇതുപോലെ ആവുന്നത്? അത് വോട്ട് ബാങ്ക് മാത്രമാണ്. കാരണം കേരളത്തില് ഇപ്പോ ഒരു യഹൂദൻ പോലും വോട്ട് ചെയ്യാനില്ല. യഹൂദന്മാരെ കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. യഹൂദന്മാരുടെ വോട്ട് അവർക്ക് കിട്ടാനില്ല. പിന്നെ കിട്ടാനുള്ളത് 2-3 വിഭാഗത്തിന്റെ വോട്ടുകളാണ്, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിന്റെയും അല്ലെങ്കിൽ മുസ്ലിംസിന്റെയും. അതില് ഭൂരിഭാഗം വോട്ട് കിട്ടുന്ന ഏരിയകൾ നോക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ഓരോ ചാനലുകാരും ഓരോ വിഷയത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അതിന് അവരുടേതായ രീതിയിൽ അവരുടേതായ ഭാഷയിൽ അവര് പറയുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ കാണുന്ന നേർക്കാഴ്ചകളുണ്ടല്ലോ, ഞങ്ങൾ അതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പബ്ലിക് മീഡിയയിൽ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രതികരിക്കുമ്പോൾ പോലും ഇപ്പം മുഖ്യമന്ത്രിയുടെ ആ ഒരു പദപ്രയോഗത്തിനെതിരെ തന്നെ ഇവിടെയുള്ള ഇസ്രായേലിലുള്ള മലയാളികൾ ഒരുപാട് പേര് കമന്റുകളിൽ കൂടിയും പോസ്റ്റുകളിൽ കൂടിയും വീഡിയോകൾ ചെയ്തും ഒക്കെ പ്രതികരിച്ചപ്പോൾ അതിൻ്റെയൊക്കെ താഴെ വന്നിട്ട് ആളുകൾ കമന്റ് ചെയ്തത്, സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകാൻ പോകുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം, ഇസ്രായേൽക്കാരെക്കാട്ടിലും കൂടുതൽ സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകുന്നവർക്കാണ് വിഷമമെന്നാണ് പറഞ്ഞത്. എൻ്റെ വീഡിയോയിൽ ഞാൻ ചോദിച്ചൊരു കാര്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ളവർ സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകേണ്ടി വന്നത്? നമ്മുടെ നാട്ടിൽ അതിനുള്ള സാഹചര്യമില്ല, നമുക്കതിനുള്ള അവസരങ്ങളില്ല. എല്ലാവരും നല്ല വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർന്ന നിലയിൽ പഠിച്ചിറങ്ങിയാലും നമുക്ക് തരാനായിട്ട് ജോലിയില്ല. ഇനി ജോലിക്ക് കയറിയാൽ പോലും അതിന്
അർഹമായ ശമ്പളം തരാനായിട്ട് നമ്മുടെ ഗവൺമെന്റിന് പറ്റുന്നില്ല. ഇതിനൊന്നും സാധിക്കാത്ത അതേ ഗവൺമെന്റും അതേ രാഷ്ട്രീയ പാർട്ടികളും അതേ രാഷ്ട്രീയ നേതാക്കളും തന്നെയാണ് ഇതേപോലെയുള്ള പദപ്രയോഗങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇതിനെ വിരോധാഭാസം എന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും? തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയക്കാരെ നമുക്ക് പറയാം അവർ വോട്ട് ബാങ്കിൻ്റെ പുറകെ പോകുന്നു എന്നുള്ളതെല്ലാം. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ, ഒട്ടുമിക്ക മാധ്യമങ്ങളിലും ചില തെറ്റായ വാർത്തകൾ, ചില മാധ്യമങ്ങൾ നമ്മൾക്ക് വിട്ടേക്കാം, അവർ ഓൾറെഡി ആ ഒരു രീതിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന മാധ്യമങ്ങളാണ്, അല്ലെങ്കിൽ ചില മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം വർക്ക് ചെയ്യുന്ന മാധ്യമങ്ങളാണ്. മറ്റു മാധ്യമങ്ങൾ ഒരു നിഷ്പക്ഷം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന മാധ്യമങ്ങൾ പോലും ഒരു പക്ഷേ ഇറാൻ്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായിട്ട് നിന്ന് ചെയ്യുമ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം ഈ പറഞ്ഞ ചില സമുദായങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മത ഭീകരവാദികൾ എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള ആളുകൾ കൈയടക്കിയോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. തീർച്ചയായിട്ടും കാരണം നമ്മുടെ നാട്ടില് ഇസ്രായേലിനെ എങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കാം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മാധ്യമങ്ങൾ തന്നെ ഈ ഒരു മതപരമായ ആ ഒരു അജണ്ട വെച്ചിട്ടാണ് ഓരോ മാധ്യമങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളും ഞാൻ അടച്ചു പറയുന്നില്ല കേട്ടോ. നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ പറയുന്ന മാധ്യമങ്ങളും ഉണ്ട്. ചില സമയത്ത് അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും, പിറ്റേ ദിവസം അവരത് തിരുത്തി പറയും. ആ തിരുത്തി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എവിടെ നിന്നൊക്കെയോ ഉള്ള പ്രഷറുകൾ അവർക്ക് വരുന്നുണ്ടെന്നുള്ളതല്ലേ. നമുക്ക് പറയുന്നതിന് പേടിയൊന്നുമില്ല. ഇത് കേൾക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാവും. കാരണം ഇന്ന് അവർ നിഷ്പക്ഷമായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്താണ് ശരിയെന്ന് പറയുന്ന അതേ കാര്യം തന്നെ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അവർക്ക് തിരുത്തി പറയേണ്ടി വരുന്നു. അപ്പൊ എവിടെ നിന്നാണ് പ്രഷർ വരുന്നത്, എവിടേക്കാണ് അവരുടെ പോക്കെന്നൊക്കെ ഉള്ളത് സാധാരണക്കാരായിട്ടുള്ള ഇത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നാട്ടില് ഈ TV മാധ്യമങ്ങൾ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളെ നോക്കുന്നവർ അല്ലെങ്കിൽ അത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നു പ്രായമുള്ള ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ യുവതലമുറ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു നല്ല ശതമാനം യുവതലമുറയും നമ്മുടെ നാട്ടിലില്ല. എല്ലാവരും തന്നെ പുറത്താണ്. ഇപ്പൊ നമ്മുടെ മക്കളെയും നമ്മുടെ കൊച്ചുമക്കളെയും ഒക്കെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് വീടുകളിലുള്ള എന്താ പറയാ പ്രായമായ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള വാർത്തകൾ നോക്കിയിരിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ കൊച്ചുമക്കൾക്ക് എന്ത് സംഭവിക്കുന്നു, ഇസ്രായേലിൽ എന്ത് സംഭവിക്കുന്നു. അപ്പൊ അവരെയൊക്കെ കബളിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഈ യുവതലമുറ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. അവരതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും ആൾക്കാര് ബേസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള TV മാധ്യമങ്ങളെയും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളെയും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവരതിനെ ഉപയോഗിക്കുന്നു. അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമേ ആൾക്കാർ അതിനകത്തേക്ക് വരുള്ളൂ. അതൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ലാതെ എന്താ പറയുക, ഇവിടെ നിന്നുള്ള ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറയാം, ഇന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും ഉണർന്നെഴുന്നേറ്റത് ഏഷ്യാനെറ്റ് ചാനലിന്റെ, ഞാൻ പേര് പറയുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല, ഏഷ്യാനെറ്റ് ചാനലിന്റെ ഒരു ന്യൂസ് കേട്ടോണ്ടാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും എണീക്കുന്നത്. എന്നെ ഓരോരുത്തർ ഫോൺ വിളിച്ചിട്ട് ഷൈൻ ചേച്ചി ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടു, ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ച് കണ്ണും തുറന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്ന വാർത്ത ഇതാണ്: ഇസ്രായേലിൽ നിന്ന് 25,000 മലയാളികളെ ജോർദാൻ ബോർഡർ വഴി കരമാർഗം നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. ഇവിടെ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. ഈ അറിഞ്ഞ സ്പോട്ടിൽ നമ്മൾ ഇന്ത്യൻ എംബസിനെ ഈ കാര്യം അറിയിച്ചു. വീഡിയോയുടെ ചാനലിന്റെ ലിങ്ക് സഹിതം എംബസിയുടെ അധികൃതരിലേക്ക് ഞങ്ങൾ എത്തിച്ചു. അവിടെ ഞങ്ങൾ ഈ വിവരം അറിയിച്ചു. അവർ പറഞ്ഞു ഫേക്ക് ന്യൂസിലേക്കും ഫേക്ക് വാർത്തകളിലേക്കും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കും. ഓക്കെ, അതിന് വിശദീകരണം തേടി നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് അവിടെ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു, അതിൽ നിന്നാണ് അവർ വാർത്ത കൊടുത്തതെന്ന്. കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസിക്ക് അറിയാതെ പോകുമോ? അപ്പൊ ഇതാണ് ഒരു ഉദാഹരണം, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അത്രയ്ക്കും എന്താ പറയുക, തീരെ അങ്ങ് വിലകെട്ട് പോയ ഒരു മാധ്യമധർമ്മത്തിലേക്കാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം പോകുന്നത്. ഈ മാധ്യമധർമ്മം എന്ന് പറയുന്ന ആ ഒരു വാക്കിന് എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂസ്, ഒരു ഫേക്ക് ന്യൂസ്, ഇത്രയും മലയാളികളെ ഭീതിയിലാക്കുന്ന ഒരു ന്യൂസ് ഒരു ചാനൽ കൊടുക്കുമോ? അപ്പോൾ നാട്ടിലിരിക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ വിളി തുടങ്ങി, അയ്യോ നിങ്ങളെല്ലാവരും തിരിച്ചു പോരുവാണോ? നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ, ഇവിടുന്ന് ലീവിന് പോയിരിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് ഇത് കണ്ടിട്ട് അയ്യോ ഇനി ഇത് കണ്ട് നമുക്ക് അങ്ങോട്ട് കയറി വരാതിരിക്കാൻ പറ്റുമോ? എയർപോർട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ അങ്ങോട്ട് കയറ്റി വിടാതിരിക്കുവോ? ഇതൊക്കെയാണ്. എന്തിനാണ് ആൾക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഭ്രമം, ആ ഒരു പേടി നമ്മൾ എന്തിനാ കൊടുക്കുന്നേ? അതുകൊണ്ട് ഇവർക്ക് എന്താ ലാഭം ഉള്ളത്? അവരുടെ ചാനൽ റേറ്റിംഗ് എയർപോർട്ടുകളെല്ലാം അവിടെ അടയ്ക്കുകയാണ് എന്ന തരത്തിലൊക്കെ വാർത്തകളും വരുന്നുണ്ട്. എയർപോർട്ട് അടച്ചിട്ടിരിക്കുവാണ്, ഓൾറെഡി അടച്ചിട്ടിരിക്കുവാണ്. നമ്മുടെ യുദ്ധത്തിന്റെ ഈ ഇറാനുമായിട്ടുള്ള സംഘർഷം തുടങ്ങിയ അന്ന് വൈകുന്നേരം തൊട്ട് ഇതുവരെയും എയർപോർട്ട് ക്ലോസ് ആണ്. ഇതുവരെയും എയർപോർട്ട് ഓപ്പൺ ആയിട്ടില്ല. ഓക്കെ, എയർപോർട്ട് ഓപ്പൺ ആയിട്ടില്ല.
ഇതിനോട് ചേർത്ത് പറഞ്ഞോട്ടെ, ഇപ്പോൾ അവിടെയുള്ള മലയാളികൾ, ഓക്കെ, ഇന്ത്യക്കാർ, ഇസ്രായേലിൽ ജീവിക്കുന്നവർ, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ, ഞാൻ പറഞ്ഞല്ലോ 3 സെക്ടറിലാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുള്ളത്. മെയിനായിട്ടും നമ്മൾ ജോബ് വൈസ് പറയുമ്പോൾ കെയർ ഗീവിങ്, കൺസ്ട്രക്ഷൻ, പിന്നെ അഗ്രികൾച്ചർ. അതുകൂടാതെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പിന്നെ ബിസിനസ് സംബന്ധമായിട്ട് ഇവിടേക്ക് വരുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, പിന്നെ എംബസി ഓഫീഷ്യൽസ്. ഇത്രയും ആൾക്കാരാണ് ഇന്ത്യക്കാരായിട്ട് ഇവിടെയുള്ള ആൾക്കാർ. മെയിനായിട്ടും മജോറിറ്റി എനിക്ക് തോന്നുന്നു കെയർ ഗീവിങ് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ കൂടുതലും ആൾക്കാരും മജോറിറ്റി ആൾക്കാരും ലീവ് ഇൻ ജോബ് ചെയ്യുന്നവരാണ്. എംപ്ലോയർമാരുടെ ഒപ്പം താമസിച്ചുകൊണ്ട് വീടിന്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാ വീടുകൾക്കും സേഫ്റ്റി റൂമുകളില്ല. ഇപ്പൊ ഏറ്റവും അടുത്ത വർഷങ്ങളിലൊക്കെ പണിയുന്ന എല്ലാ ബിൽഡിങ്ങുകൾക്കും സേഫ്റ്റി റൂം വേണമെന്ന് നിർബന്ധമായ നിയമമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പുതിയ കെട്ടിടങ്ങൾക്കൊക്കെ വീടുകൾക്കുള്ളിൽ തന്നെ ഒരു ബെഡ്റൂം തന്നെ സേഫ്റ്റി റൂമായിട്ട് പണിതിട്ടുണ്ടാകും. അതല്ലെന്നുണ്ടെങ്കിൽ വീടിന്റെ താഴെ, അല്ലെങ്കിൽ ഇനി അപ്പാർട്ട്മെന്റുകളാണെന്ന്, ഇപ്പൊ ഒറ്റ വീടുകളാണെങ്കിൽ അങ്ങനെ, അപ്പാർട്ട്മെന്റുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറെ ബിൽഡിങ്ങുകൾക്ക് കുറെ ഫ്ലോറുകൾക്ക് ഒരുമിച്ച് ഒറ്റ സേഫ്റ്റി റൂം ആയിരിക്കും, അല്ലെങ്കിൽ ഒറ്റ ബങ്കർ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾക്കൊരു ബുദ്ധിമുട്ട് കുറേയേറെ ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. സ്വന്തം വീടുകൾക്കുള്ളിൽ ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അവർക്കിപ്പം അലാറം വരുമ്പോൾ, നമ്മളിപ്പോൾ നമ്മുടെ പേഷ്യന്റ് വീൽ ചെയറിലുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക, അവരെയും എടുത്തുകൊണ്ട് നമുക്ക് ഈ സേഫ്റ്റി റൂമിലേക്ക് പോയി കയറുക എന്നുള്ളത് ടെക്നിക്കലായിട്ട് നമുക്ക് ഒത്തിരി ഒരു പ്രശ്നമാണത്. ഈ കെയർ ഗീവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, നമ്മൾ ഈ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരാളെ പോലെ ചേർത്ത് നിർത്തി സ്നേഹിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ ഇട്ടിട്ട് പോകാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്നിടത്ത് വെച്ച് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ജീവനിൽ കൊതിയുള്ളത് കൊണ്ടും നാട്ടിലെ കുടുംബത്തെ ഓർക്കുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോഴും ഒക്കെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടും അങ്ങനെ പോകണം, ആ പേഷ്യന്റിനെ ഒറ്റയ്ക്കാക്കിയിട്ട് താഴേക്ക് പോകണം അല്ലെങ്കിൽ ബങ്കറിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാർക്ക് ഫാമിലികൾ അനുവാദം കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ഈ 2 സിറ്റുവേഷൻ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പൊ അതിന് നിയമപരമായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് അതിനൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതെന്നൊക്കെ നമ്മൾ അതിന് വേണ്ട അതോറിറ്റീനെയൊക്കെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്, മെയിലുകളൊക്കെ അയക്കുന്നുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ. കാരണം ഇതുവരെയും ഞാൻ പറഞ്ഞില്ല, ഈ ഒക്ടോബർ 7-ാം തീയതി തൊട്ട് ഇതുവരെയുള്ള സമയത്ത് പോലും നമ്മൾ ഇത്രയും കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. ഈ കുറച്ച് ദിവസങ്ങളിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. കാരണം കൂടുതലായിട്ട് നമുക്ക് അറ്റാക്ക് വരുന്നത് കൊണ്ടും അറ്റാക്കിന്റെ ആ ഒരു എന്താ പറയുക ശക്തി കൂടിയത് കൊണ്ടും നമുക്കത് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം, എവിടെ വേണമെങ്കിലും പതിക്കാം എന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ട അതോറിറ്റീനെ സമീപിച്ചിട്ടുണ്ട്. ഇതാണ് നിലവിലത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ ലീവ് ഔട്ട് ജോബ് ചെയ്യുന്നവരുണ്ട്. എംപ്ലോയർമാരുടെ അടുത്ത് പോയി വന്ന് നമ്മുടെ പുറത്ത് അപ്പാർട്ട്മെന്റുകളിൽ താമസിച്ചുകൊണ്ട് എംപ്ലോയർമാരുടെ അടുത്ത് പോയി ജോലി ചെയ്ത് വൈകുന്നേരം തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒരു വലിയ പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ട്രാൻസ്പോർട്ടേഷൻ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥിതിയിൽ നിന്ന് ഇത്തിരി ഒരു വ്യത്യാസമുണ്ട്. ബസ്സുകളൊക്കെ കുറവാണ്. അപ്പൊ ടാക്സി പിടിച്ചൊക്കെ പോയി വരേണ്ട ഒരു ബുദ്ധിമുട്ടുകൾ ലീവ് ഔട്ട് ജോബ് ചെയ്യുന്നവർ അനുഭവിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, നമുക്ക് അല്ലാതെയുള്ള ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭക്ഷണത്തിനോ വെള്ളത്തിനോ അങ്ങനെയൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഓൾറെഡി നമുക്ക് നേരത്തെ അവശ്യവസ്തുക്കൾ വിൽക്കുന്ന സ്റ്റോറുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ എല്ലാം ഓപ്പൺ ആണ്. അതൊക്കെ ഓപ്പൺ ആണ്. പിന്നെ പോസ്റ്റ് ഓഫീസുകൾ, ബാങ്കുകൾ അതൊക്കെ ലിമിറ്റഡ് അവേഴ്സ് ആയിട്ട് കുറച്ചിട്ടുണ്ട്. ഈ ബാങ്കുകളാണെങ്കിലും പോസ്റ്റ് ഓഫീസുകളാണ് നമ്മൾ കൂടുതൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ആശ്രയിക്കുന്നത് പോസ്റ്റ് ഓഫീസുകളെയൊക്കെയാണ്. നാട്ടിലേക്ക് പൈസ അയക്കാനും പൈസ എടുക്കാനും ഒക്കെ ആശ്രയിക്കുന്നത് പോസ്റ്റ് ഓഫീസുകളൊക്കെയാണ്. അപ്പൊ സേഫ്റ്റി റൂമുകൾ ഉള്ള പോസ്റ്റ് ഓഫീസുകൾ മാത്രം നിലവിൽ 2 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി റൂമുകൾ ഇല്ലാത്ത പോസ്റ്റ് ഓഫീസുകൾ വർക്കിംഗ് അല്ല. അതേപോലെ തന്നെ ബാങ്കുകൾ, സ്ഥാപനങ്ങൾ, പിന്നെ നമ്മുടെ മിനിസ്ട്രിയുടെ ഓഫീസുകൾ, ഏജൻസികളുടെ ഓഫീസുകളൊക്കെ ഈ സേഫ്റ്റിയുടെ ആ ഒരു ബുദ്ധിമുട്ടുള്ള ബിൽഡിങ്ങുകളൊന്നും അതൊന്നും വർക്കിംഗ് അല്ല. അല്ലാത്ത ബിൽഡിങ്ങുകളൊക്കെ അല്ലെങ്കിൽ അല്ലാത്ത ഓഫീസുകളൊക്കെ ഉച്ചയ്ക്ക് 2 മണി വരെയൊക്കെ വർക്കിംഗ് ആണ്. അങ്ങനെയാണ് ഇപ്പൊ നിലവിലത്തെ സാഹചര്യം. ഇപ്പൊ നമ്മൾ വീടുകളിൽ തന്നെ ആയതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി റൂം ഇല്ലാത്തവര് അവരെ ഓർത്ത് അവരെല്ലാവരും നമ്മൾ ചേർത്ത് പിടിക്കും. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇവിടെ, മലയാളികളായിട്ടുള്ള ആളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നമ്മളെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ പേടി തോന്നുമ്പം അവരോട് നമ്മൾ പറയും ഗ്രൂപ്പ് കോൾ ഇടൂ, നമ്മൾ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം, ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടെന്നൊരു ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് കോൾ വിളിച്ച് അവരുടെ കൂടെ ഇരിക്കാറുണ്ട്, ധൈര്യം കൊടുക്കാറുണ്ട്. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിലവിൽ
അങ്ങനെയുള്ളൊരു ഒരു സാഹചര്യം വെച്ച് നോക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇനി ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന് ഇസ്രായേൽ മലയാളികൾ എത്ര പേര് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാവുന്നു. ആരും പോകാൻ ഇവിടുന്ന് തയ്യാറാവൂല. ആദ്യത്തെ 2 ദിവസം ഇറാന്റെ ആക്രമണത്തിൽ ആദ്യത്തെ 2 ദിവസത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള ദിവസങ്ങളിൽ അത്ര ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല അല്ലേ? കുറച്ചുകൂടെ മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആയി, മെന്റലി സ്ട്രോങ് ആയി എല്ലാവരും. ആദ്യത്തെ ആ ഒരു 1-2 ദിവസം ആ ഒരു ആക്രമണത്തിന്റെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ദിവസമൊക്കെ 300-350 മിസൈലുകളൊക്കെ ഒരുമിച്ചാണ് നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ, ടെലവീവിലും ഹൈഫയും അങ്ങനെയുള്ള. രണ്ടാമത്തെ ദിവസത്തെയും 3-ാമത്തെ ദിവസത്തെയും ഒക്കെ ടാർജറ്റ് ആയിരുന്ന ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഹൈഫ റീജിയനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഹൈഫയും ഗലീലയും ടാർജറ്റ് ഇട്ടായിരുന്നു 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും ഒക്കെ രാത്രികാലങ്ങളിലെ ആക്രമണം. അതേസമയം തന്നെ ഒരേ സമയം ഓൾ ഇസ്രായേൽ ടാർജറ്റ് ആയിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ആദ്യത്തെ 1-2 ദിവസം എല്ലാവരും ഒന്ന് കുലുങ്ങി. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ പോലെ അല്ലല്ലോ, ഇത് കുറച്ചുകൂടെ സീരിയസ് ആണല്ലോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു 3-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസത്തിലേക്കും ഒക്കെ എത്തിയപ്പം എല്ലാവരും കുറച്ചുകൂടെ മെന്റലി പ്രിപ്പയർഡ് ആയി. ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം കൂടുതലും ഇസ്രായേൽ ഇറാനിലേക്ക് പോയി അവിടുത്തെ ആയുധ ശേഖരണങ്ങളും അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് തൊടുത്തുവിടാനായിട്ട് വെച്ചിരുന്ന മിസൈൽ ശേഖരണങ്ങളും ഒക്കെ തകർത്തു എന്ന് കണ്ടപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കൂടി. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം തൊട്ട് ഈ ദിവസം വരെ വിട്ട മിസൈലുകളുടെ എണ്ണം നോക്കിയാൽ എണ്ണം കുറഞ്ഞു വന്നു. ഇപ്പൊ ഇന്ന് രാവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓൾ ഇസ്രായേലായിട്ട് വന്ന ഒരു സൈറൺ ഇന്ന് 17-ാം തീയതി അല്ലേ, 17-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 8:30-ക്കാണ് ഏറ്റവും ലാസ്റ്റ് വന്ന അലാറം. അന്ന് ആ സമയത്ത് വന്നത് വെറും 30 മിസൈലുകളാണ്. 300-ൽ നിന്ന് 30-ലേക്ക് താന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി, നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വന്നു. ഓക്കെ. ഈ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ വരുന്നൊരു മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഇസ്രയേലിൽ ഉള്ള ആളുകൾ, ഇസ്രയേലികൾ ഇന്ത്യക്കാരെ ഒന്നും ബങ്കറുകളിലേക്ക് കയറ്റുന്നില്ല, അവർക്ക് അവിടെ ആശ്രയം കൊടുക്കുന്നില്ല, അത്തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഈ ബങ്കറുകൾ എന്ന് പറയുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു വലിയ അപ്പാർട്ട്മെന്റ്, പല ഫ്ലോറുകളുള്ള അപ്പാർട്ട്മെന്റിന് 1-2 ബങ്കറുകൾ താഴെ ഉള്ളെന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാരെ അഫോർഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഈ ഇസ്രായേലികളായിട്ടുള്ള ആൾക്കാർ വരുമ്പം അവരുടെ വളർത്തുമൃഗങ്ങൾ അടക്കമാണ് അവർ വരുന്നത്. പൂച്ച, പട്ടി, അങ്ങനെയുള്ള വളർത്തുമൃഗങ്ങൾ അടക്കമാണ് അവർ വരുന്നത്. ഇപ്പൊ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക്, ഒത്തിരി പേർക്ക് ഈ വളർത്തുമൃഗങ്ങളെ പേടിയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ അവരോട് പ്രതികരിക്കുന്ന രീതിയൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട്, അങ്ങനെ 1-2 പേര് എന്നോട് അങ്ങനെയുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി കേട്ടോ. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ പട്ടീനെ പേടിയുള്ള ആൾക്കാരുണ്ട്, പൂച്ചേനെ പേടിയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇതിൽ എല്ലാവരും കൂടെ കൺജസ്റ്റഡ് ആയിട്ട് ഒരു ബങ്കറിലേക്ക് കയറേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാർ ചിലപ്പോൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ അവരിങ്ങോട്ടും പ്രതികരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമല്ലേ. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒഴിച്ച് അല്ലാതെ ബങ്കറിലേക്ക് കയറാനായിട്ടുള്ള അനുവാദം നിരോധിക്കുന്നതായിട്ട് ഇതുവരെയും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ആരും നമ്മളെ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല അങ്ങനെ ഒരു മനോഭാവം ഇസ്രായേലികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ പോലെ തന്നെ അവരുടെ ജീവനെ പോലെ തന്നെ വില കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ്, നമ്മളുടെ ജീവനെയും വില കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഒരിക്കലും ഇസ്രായേൽ സിറ്റിസൺ എന്നോ മറ്റുള്ള ഫോറിൻ സിറ്റിസൺ എന്നോ ഒരു വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതിപ്പം ശമ്പളത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, നിയമങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, ജീവിത സാഹചര്യങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, ഇപ്പൊ ഈ പറയുന്ന സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു വേർതിരിവുള്ളതായിട്ട് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെയുള്ള മജോറിറ്റി ആൾക്കാർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. അങ്ങനെ ഒരു പ്രവേശനം തടയുന്നതായിട്ട് നമ്മൾ ഇതുവരെ നോട്ട് ചെയ്തിട്ടില്ല. എനിക്കിത് ചേച്ചി ഇത് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം തന്നെ ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ഉറ്റ സൗഹൃദമാണ്. അതായത് ഇന്ത്യക്കൊക്കെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഇസ്രായേൽ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹമാസ് ഒക്ടോബർ 7 ആ ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ഇന്ത്യയുടെ കൂടെ ഇസ്രായേലിൻ്റെ കൂടെ ഇന്ത്യയും കൂടെ നിൽക്കുന്നുണ്ട്. അത്രമാത്രം ഒരു സൗഹൃദം ഇന്ത്യൻ സർക്കാരും ഇസ്രായേൽ സർക്കാരും തമ്മിൽ വളരെ അടുത്ത സൗഹൃദം തന്നെയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും അത് മനസ്സിലാവാതെ പോവുകയാണ്. എന്തുകൊണ്ട് ഇസ്രായേലിനെ ഇപ്പം എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലായിരിക്കണം കൂടുതലും ഇസ്രായേലിനോട് ഒരു മോശമായ അല്ലെങ്കിൽ അവർ തോൽക്കണം എന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിൽ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ വരുന്ന ഒരു എന്താ പറയുക എതിർത്ത് കൊണ്ടുവരുന്ന വാർത്തകൾ. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇന്ത്യയുടെ കൂടെ നിന്ന ഒരു രാഷ്ട്രത്തെ നമ്മൾ ഗൗനിക്കാതെ പോകുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? അതിപ്പോ നമ്മൾ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ലേ അങ്ങനെയുള്ള പ്രതികരണങ്ങളുള്ളൂ. അതിന്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ.
അതായത് സൗത്ത് ഇന്ത്യയിൽ ജൂതന്മാരില്ലാത്തതുകൊണ്ട് തന്നെ ജൂതന്മാരെ കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഒരു എന്താ പറയുക, ക്രൂരന്മാരായിട്ടും കാട്ടാളന്മാരായിട്ടും തെമ്മാടികളായിട്ടും ഒക്കെ ചിത്രീകരിച്ചാൽ മാത്രമേ നാട്ടിലുള്ള ആൾക്കാരുടെ ആ ഒരു വോട്ട് ശേഖരിക്കാനും അങ്ങനെയൊക്കെ പറ്റും. നമ്മുടെ നാട്ടിലെല്ലാം രാഷ്ട്രീയമല്ലേ കയ്യേറി വെച്ചിരിക്കുന്നതും, രാഷ്ട്രീയമല്ലേ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നതും. അതിനകത്ത് തന്നെ ഇല്ലേ ഉത്തരം. പക്ഷെ നമ്മുടെ അത് മാത്രമേ ഉള്ളൂ. രാജ്യത്തിന്റെ അതിന്റെ കൂടെ ഉത്തരം നമ്മുടെ ഒരു ആവശ്യഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ ആര് നിൽക്കുന്നു എന്ന് വെച്ചിട്ട് ഏത് രാഷ്ട്രീയമായാലും മതമായാലും നമ്മുടെ രാഷ്ട്രമാണ് നമുക്ക് വലുത്. നമ്മുടെ ഭാരതത്തിൻ്റെ കൂടെ നമ്മുടെ സഹായത്തിന് ആര് നിൽക്കുന്നു അവർ അതുപോലും ശ്രദ്ധിക്കാതെ മതം വെച്ച് മാത്രം പോകുന്ന ചില കാര്യങ്ങൾ അല്ലേ, അത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തീർച്ചയായിട്ടും കേരളത്തിലെ ആൾക്കാരുടെ മെന്റാലിറ്റി വെച്ച് പറയുവാണെങ്കിൽ അവർ ശരിക്കും മതത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയല്ല മതം. അതാണ് അതിന്റെ ഉത്തരം. നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാവരും അതിപ്പം എല്ലാവരെയും നോക്കി, ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും മറ്റുള്ള മതങ്ങളാണെങ്കിലും എല്ലാവരും അവരവരുടെ മതത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പോരാടുന്നത്. ഒരിക്കലും രാജ്യത്തിന് വേണ്ടി ആരെങ്കിലും പോരാടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. രാജ്യത്തിന് വേണ്ടിയാണ് പോരാടുന്നതെങ്കിൽ നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം വന്നപ്പോഴത്തേക്കും എന്തുകൊണ്ട് പാകിസ്ഥാനെ തെമ്മാടികളെന്ന് നമ്മുടെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചില്ല? നമ്മളുടെ എന്തോരം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടു, എത്രയോ സ്ത്രീകൾക്ക് ജീവിതമില്ലാതെയായി. അപ്പം പാകിസ്ഥാനെ എപ്പോഴെങ്കിലും തെമ്മാടിയായിട്ട് അല്ലെങ്കിൽ തെമ്മാടി എന്ന് വിശേഷിപ്പിക്കാൻ നമ്മളുടെ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിൽ തന്നെ ഇല്ലേ ഉത്തരം. ചേച്ചിയുടെ ഈ ചോദ്യത്തിന് നമ്മുടെ നാട്ടിലെ തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടത് തന്നെയാണ്. അതെ, കാരണം വളരെ എന്താ പറയുക, പ്രാധാന്യമുള്ളൊരു ചോദ്യം തന്നെ ചോദിച്ചത് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അവരെ തെമ്മാടി എന്ന് വിളിച്ചില്ല എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ചേച്ചി ഇപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്, ഈ ഒരു യുദ്ധം ഇപ്പോൾ ഇത്ര നാൾ കണ്ടത് ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ആയിട്ടുള്ളൊരു യുദ്ധം വർഷങ്ങൾ പോയി, പക്ഷേ ഇപ്പോൾ ഇറാനായിട്ടുള്ള യുദ്ധം, ഇതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് വല്ല പിടിയുണ്ടോ? അവസാനം എങ്ങനെയായിരിക്കും നമുക്ക് ആർക്കെങ്കിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇനി ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു പോലും എവിടെയോ ഒളിവിലാണ്, ഏതൻസിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ടായി. പക്ഷെ ആ പാവം മനുഷ്യൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം അപകടം പറ്റിയ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിച്ചു. അതിന്റെ വീഡിയോകളൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുകയുണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം നടക്കേണ്ട ദിവസമായിരുന്നു ഇന്ന്. ആ വിവാഹം മാറ്റിവെച്ചു ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടിട്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈവൻ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ചോദിച്ചാൽ പോലും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ നാളത്തെ എന്തായിരിക്കും. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവിടുത്തെ അപ്ഡേറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ ഈ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച US എന്തോ ഒരു പ്രത്യേക സർപ്രൈസിന് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിൽ നമ്മൾ കണ്ടത്. അപ്പോൾ എല്ലാം സർപ്രൈസ് ആണ്. നാളെ എന്നുള്ളത് ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്നുള്ളത് എല്ലാവർക്കും സർപ്രൈസ് മാത്രമാണ്. അതുകൊണ്ട് ഇത് എന്തായി തീരുമെന്നുള്ളത് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ദൈവം തമ്പുരാന്റെ കയ്യിൽ മാത്രം. തമ്പുരാൻ കാക്കട്ടെ. തമ്പുരാന് മാത്രമേ ഉള്ള അറിയുള്ളൂ ഇത് എവിടെ ചെന്ന് അവസാനിക്കും, എങ്ങനെ അവസാനിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം. പക്ഷെ ഞാൻ ഇത് ചോദിക്കാനുള്ള കാരണം, ഇന്ന് തന്നെ മൊസാദിൻ്റെ ഒരു ട്വീറ്റ് കണ്ടായിരുന്നു. ഇതുവരെ പോയതെല്ലാം കൃത്യമായ പ്ലാനിങ്ങോട് തന്നെയാണ് എല്ലാം നടന്നിരിക്കുന്നത്, ഇനിയും അതുപോലെ നടക്കാനായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു മൊസാദിൻ്റെ ഒരു ട്വീറ്റ് കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഒരു 5 ദിവസമായി ഈ 5 ദിവസമായി യുദ്ധം തുടങ്ങിയിട്ടെങ്കിലും ഇസ്രയേൽ ചിന്തിച്ചിരുന്നത് പോലെ തന്നെയാണ് യുദ്ധത്തിൻ്റെ കൃത്യമായ പോക്ക് എന്നുള്ളത്. ഇനിയും അവർക്കുള്ള പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. എന്തായാലും ഇസ്രായേൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണെന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ആ ഭൂപടമൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാം ഇസ്രായേൽ എന്ന രാജ്യം എന്തോരമുണ്ട്, ആ രാജ്യത്തിന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്. അവരുടെ ഇടയിൽ അത്രമാത്രം അറബ് രാഷ്ട്രങ്ങളുടെ ഇടയിൽ മാത്രം ഒരു ജൂതരാഷ്ട്രം നിൽക്കുന്നു. അവരെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ ചുറ്റും നിൽക്കുന്നു. അതിനിടയിൽ ഒരു രാഷ്ട്രം ഇത്ര ഉയർന്നു വരണമെങ്കിൽ അവരുടെ ആ ഒരു ഇച്ഛാശക്തിയും ആ ഒരു പോരാട്ട വീര്യമൊക്കെ നമുക്ക് ഒരിക്കലും നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ലെങ്കിലും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒപ്പം ഇപ്പോൾ നിങ്ങളവിടെയുള്ള എല്ലാവരെയും ഇസ്രായേലിലൊപ്പം തന്നെ നമ്മുടെ മലയാളികളും ഇന്ത്യക്കാരൊക്കെ ഒരുപാട് പേര് ഇസ്രായേലിലുണ്ട്. എല്ലാവരും സുരക്ഷിതമായിരിക്കാൻ തന്നെ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഒരുപാട് നന്ദി ചേച്ചി. ഒരു കാര്യം കൂടി അവസാനം, നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളോട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടോ ഈ അവസരത്തിൽ? മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, ഇസ്രായേലിനെ ഓർക്കുക, ഇസ്രായേലിലെ ജനതയെ
പ്രാർത്ഥനയിൽ ഓർക്കുക. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒരുപാട് ഫോറിൻ വർക്കേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാർ കൺസ്ട്രക്ഷൻ മേഖലയിലും അഗ്രികൾച്ചറൽ മേഖലയിലും ഒക്കെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അലാറം ഒക്കെ മുഴങ്ങുമ്പോൾ അവർക്ക് അവരുടെ സേഫ്റ്റി സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനൊക്കെ സമയം എടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒക്ടോബർ 7-ാം തീയതി യുദ്ധം തുടങ്ങിയ അതിനുശേഷം രണ്ടാമത്തെ കുറച്ച് ആക്രമണങ്ങളിലൊക്കെ നാട്ടിൽ നിന്ന് വന്ന ഒരു സഹോദരൻ മരണപ്പെടുകയുണ്ടായി. അഗ്രികൾച്ചർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് പരിക്കേൽക്കുകയുണ്ടായി. അപ്പം ഇവിടെ യുദ്ധം നടക്കുന്ന ഒരു രാജ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് ജോലിക്കായിട്ട് നമ്മുടെ ആൾക്കാർ വരുന്നത്. അപ്പൊ ആ ഒരു അർപ്പണ ബോധത്തെയും, അല്ലെങ്കിൽ നമ്മൾക്ക് നാട്ടിൽ കിട്ടാത്ത ഒരു ജോലി സാഹചര്യം നോക്കി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഓർത്ത്, നമ്മുടെ നാടിനെ ഓർത്ത്, നമ്മുടെ സമൂഹത്തിനെ ഓർത്ത് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന എല്ലാവരെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. ഞങ്ങളെല്ലാവരെയും. അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പ്രത്യേകിച്ച് മലയാളികളോട് പറയാനായിട്ട്. പിന്നെ ഈ നമ്മുടെ നാട്ടിലെ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലാണെങ്കിലും വരുന്ന വാർത്തകളെല്ലാം തന്നെ ഒറ്റ കേൾവിക്ക് തന്നെ അതിൻ്റെതായ ഒരു അത് സത്യസന്ധമാണെന്ന് മനസ്സിലാക്കാതെ, അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി മാത്രം അതിൻ്റെ ഒരു വേണ്ടത് എടുക്കുക, വേണ്ടാത്തത് വിട്ടുകളയുക. ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊരു റിക്വസ്റ്റ് ആണ്. പിന്നെ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഗോസിപ്പുകൾ ഒക്കെ ഒഴിവാക്കുക. ഇത് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരേണ്ട ഒരു സമയമല്ല, കുറ്റപ്പെടുത്തേണ്ട സമയമല്ല, ചെളിവാരി എറിയേണ്ട സമയമല്ല. ഒന്നു ചേർന്ന് നിൽക്കേണ്ട ഒരു സമയമാണ്. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പൊ ഇവിടുത്തെ യുദ്ധം ഇസ്രായേലിനെയോ അല്ലെങ്കിൽ ഇറാനെയോ അല്ലെങ്കിൽ പാലസ്തീനെയോ യമനിനെയോ അല്ലെങ്കിൽ ലെബനോനെയോ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് പറയാം. എത്രയും പെട്ടെന്ന് യുദ്ധം തീരാനും ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ബന്ദികളെ, ഇപ്പൊ നിലവിൽ 55 പേരാണ് ഇപ്പോഴും ഹമാസിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. ഈ 55 പേരുടെ എല്ലാ കുടുംബങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കി, 2.5 വർഷമായിട്ട് അവർ അതീവ ദുഃഖത്തിലാണ്. അതിൽ ഒരു ഇരട്ട സഹോദരങ്ങളുടെ ബ്രദർ ഞാൻ ജോലി ചെയ്യുന്ന വില്ലേജിന്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ ആ കുടുംബമൊക്കെ ആയിട്ട് ഒരുപാട് നേരിട്ട് ബന്ധമുണ്ട് എനിക്ക്. അവരുടെയൊക്കെ വേദന നമ്മൾ എപ്പോഴും കാണുന്നതാണ്. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ ആരെങ്കിലും ഇതുപോലെ വേറൊരു രാജ്യത്ത് തീവ്രവാദികളുടെ കയ്യിൽ ബന്ദിയായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ജീവിച്ചു പോകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും ആഴത്തിലുള്ള വേദനയോടെയാണ് ഇസ്രായേൽ കടന്നു പോകുന്നത്. അപ്പൊ ഇസ്രായേലിനെയും ഇസ്രായേലിലുള്ള ആൾക്കാരെയും മറ്റുള്ള ആൾക്കാരെയും ലോകത്തെ മുഴുവനെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത്രയും മാത്രമേ ഉള്ളൂ മലയാളികളോട് പറയാൻ. ഓക്കെ ചേച്ചി, എന്തായാലും ഒരുപാട് നന്ദി. ഇനിയും ഇസ്രായേലിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങളോടൊപ്പം ചേരണം. എന്തായാലും ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.